നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാസ്ത ട്രൈ ചെയ്താലോ? ഈ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ മടിയുള്ള ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. ഒരു നാടൻ മീൻകറിയുടെ ഫ്ലേവറും ഒരു ഇറ്റാലിയൻ ടച്ചൊക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ പാസ്ത തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നാട്ടിലെ മക്രോണി എന്നൊക്കെ അറിയപ്പെടുന്ന പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഷേപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഷേപ്പിനും അത് വെന്ത് വരാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വാങ്ങിക്കുന്ന ആ പാക്കറ്റിൽ തന്നെ അതിൻ്റെ വേവിനുള്ള സമയം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ പാസ്ത വേവിക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് മീനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്, ട്യൂണ. ഏകദേശം ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. എനിക്കിതിവിടെ ക്യാനിൽ കിട്ടുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിലോ വെള്ളത്തിലോ ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ക്യാനിൽ കിട്ടും. അതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ അകത്തുനിന്ന് ഓയിലും വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ ശേഷം എടുത്താൽ മതി. ഇനി അഥവാ നമുക്ക് ടിന്നിൽ കിട്ടുന്ന അങ്ങനത്തെ മീനില്ല എങ്കിൽ നാട്ടിൽ മുള്ളില്ലാത്ത ദശയുള്ള ഏതെങ്കിലും മീൻ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണേലും മതി. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കനത്തിൽ മുറിച്ചതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളിത് അരിഞ്ഞല്ല, മുഴുവനായിട്ട് തന്നെയാണ് സോസിൽ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഉലുവയാണ്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളകാണ് വേണ്ടത്. ഞാനിവിടെ ഉണക്ക കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കിതിന് ഒരുപാട് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അഥവാ ഇതുപോലത്തെ ഉണക്ക കാന്താരി ഇല്ലെങ്കിൽ നമ്മുടെ സാധാ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളകാണെങ്കിലും മതി. പിന്നെ വേണ്ടത് നമ്മുടെ പാസ്തയുടെ സോസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയാണ്. ഞാൻ ഏകദേശം 300 ഗ്രാമോളം തന്നെ എടുത്തിട്ടുണ്ട്. പാസ്തയുടെ അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. എത്രത്തോളം ടൊമാറ്റോ പ്യൂരി കൂടുന്നോ അത്രത്തോളം നമ്മുടെ പാസ്തയ്ക്ക് ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടത് ഉപ്പ്. അടുത്തത് ഒലിവ് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഒലിവ് ഓയിലാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് തരുന്നത്. ഇനി അഥവാ അതില്ല എങ്കിൽ മറ്റ് ഓയിൽ യൂസ് ചെയ്യാം. കഴിവതും കോക്കനട്ട് ഓയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് ഒറിഗാനോ ആണ്. ഈ ഒറിഗാനോ ആണ് ആ ഇറ്റാലിയൻ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത്. അഥവാ നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഇല്ല എങ്കിൽ നമുക്കത് ഒഴിവാക്കാം, പക്ഷേ ഇത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പാസ്ത തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം പാസ്ത വേവിക്കണം. ഞാൻ ഏകദേശം 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് പാസ്ത വേവിക്കാൻ. ഞാൻ എടുത്തിരിക്കുന്ന ഷേപ്പിലുള്ള പാസ്ത വേവാൻ 9 മിനിറ്റാണ് വേണ്ടത്. വെള്ളം തിളച്ച ശേഷമാണ് നമ്മൾ അതിലേക്ക് പാസ്ത ചേർക്കുന്നത്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് തയ്യാറാക്കാം. അതിനായിട്ട് മറ്റൊരു ബർണറിൽ വേറൊരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറിയ ശേഷം അതിലേക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. പ്യൂരി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് നമ്മുടെ സോസിന് ആവശ്യമായിട്ടുള്ള എരിവ് ചേർക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഈ ചേർക്കുന്ന മുളകിൻ്റെ എരിവ് മാത്രമേ നമ്മുടെ സോസിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് വേണം ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വേവിക്കുക. നമ്മൾ ഈ സോസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എപ്പോഴും അടച്ചു വെച്ച് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പ്യൂരി അതിലെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അടച്ചു വേണം വേവിക്കാനായിട്ട്. നമ്മുടെ സോസ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
പിന്നീട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒലിവ് ഓയിൽ ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കുക. പിന്നീട് പാസ്ത ചേർക്കുക. പാസ്ത വേവിക്കുമ്പോൾ അതിൻ്റെ കുക്കിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പാക്കറ്റിൽ എത്ര ടൈമാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും ടൈമിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓവർ ടൈം ആയി പോയിട്ടുണ്ടെങ്കിൽ പാസ്ത ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പാസ്ത വേവിക്കാനായിട്ട്. 9 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒറിഗാനോ ചേർക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒറിഗാനോ ആണ് ഈ ഇറ്റാലിയൻ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലില്ല എങ്കിൽ അത് ഒഴിവാക്കാം. അതിനുശേഷം നന്നായി ഇളക്കുക. അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ചേർക്കുകയാണ്. നമ്മൾ ഈ മീൻ ചേർത്ത ശേഷം വേവിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അത് വേവിച്ച് വെച്ചിരിക്കുന്ന മീനാണ്. അതുകൊണ്ട് മീൻ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാകുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന പാസ്ത, വേവിച്ച പാസ്ത നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ പാസ്ത പൊട്ടിപ്പോവാതെ, ഉടഞ്ഞു പോവാതെ വേണം അത് യോജിപ്പിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല നാടൻ മീൻകറിയുടെ ഫ്ലേവറൊക്കെയുള്ള ട്യൂണ പാസ്ത റെഡിയായിരിക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം സെർവ് ചെയ്യാം. ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാസ്ത തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പാകം ചെയ്ത ഉടനെ ചൂടോടെ വേണം ഇത് കഴിക്കാനായിട്ട്. പാസ്ത ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നഷ്ടപ്പെടും. വീണ്ടും ചൂടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് കഴിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് നമ്മൾ തയ്യാറാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരുപാട് സമയമെടുത്തൊന്നും നമുക്ക് പാചകം ചെയ്യേണ്ട ഒരു വിഭവമല്ല ഇത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.